കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠ നാമത്തിൽ വിശുദ്ധ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ദൈവം നമുക്ക് ദാനമായി നൽകിയല്ലോ. ദൈവത്തിൻ്റെ എല്ലാ നല്ല ദാനങ്ങൾക്കായും നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്ത് ദൈവത്തെ ആരാധിക്കാം. ഒരു സ്ലിഹ പറഞ്ഞതുപോലെ പറഞ്ഞു തീരാത്ത ദാനങ്ങൾ നിമിത്തം നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദാനത്തിൽ ആരും പ്രശംസിക്കരുത്. ആരോഗ്യത്തിലോ ബലത്തിലോ സൗഖ്യത്തിലോ തലമുറകളിലോ സൗന്ദര്യത്തിലോ സാധ്യതകളിലോ ഒന്നും പ്രശംസിക്കാതെ ദാതാവിൽ പ്രശംസിപ്പാൻ നമുക്കിടയാവണം. ദാവീദിൻ്റെ പ്രാർത്ഥന, യഹോവേ അവിടുന്ന് ഒഴികെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു നന്മയില്ല, എനിക്കൊരു നന്മയുമില്ല, എല്ലാ നന്മകളും അങ്ങയിൽ നിന്നാണ് വരുന്നതെന്ന് ശക്തമായി ദാവീദ് പ്രഖ്യാപിക്കുക. നമുക്കത് കഴിയണം. ഇത്രയും നടത്തിയ ദൈവമാണ്, നിർത്തിയ ദൈവമാണ്, കൊണ്ടുവന്നത് അവിടുന്നാണ്. ആ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യാൻ നമുക്കിടയാവണം. എല്ലാ ദാനങ്ങളും ദൈവത്തിൽ നിന്നാണ് വരുന്നത്. നമ്മുടെ കാൽ വഴുതുന്നു എന്ന് തോന്നിയപ്പോഴൊക്കെ നമ്മളെ പിടിച്ചൊരു കരമുണ്ടായിരുന്നു. സ്തോത്രം. വീണുവെന്ന് പലരും പറഞ്ഞു. അതുകൊണ്ടാണ് വിലാപർവ്വതത്തിൽ പറയുന്നത്, പക്ഷെ ഞാൻ വീണ്ടും എഴുന്നേൽക്കും, കാരണം എന്നെ എഴുന്നേൽപ്പിക്കുന്ന ഒരുവനുണ്ട്. നിലം പരിചാകാതെ അവിടുത്തെ ശാശ്വത ഭുജത്തിൽ എന്നെ വഹിച്ച സർവശക്തനായ ദൈവം എൻ്റെ പിതാവാണ് എന്ന് പറയാൻ എപ്പോഴും നമുക്ക് കഴിയണം. പ്രതിസന്ധികളെ നോക്കി ഭാരപ്പെടാതെ ഇറങ്ങി വരുന്ന ദൈവത്തിന് നന്ദി പറഞ്ഞാരാധിക്കാൻ നമ്മൾ തയ്യാറാവണം. തപ്പെടുത്ത് നൃത്തം ചെയ്യാൻ എല്ലാ കാലത്തും കഴിയണം. പൗലോസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ സന്തോഷിപ്പീൻ എന്ന പിന്നെയും ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലയോ എന്ന് പറയുമ്പോൾ ആവർത്തിച്ചതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. സാഹചര്യമെതിരായപ്പോഴാണ് പൗലോസ് പറഞ്ഞത്. പറയാൻ പറ്റാത്ത സാഹചര്യമാണ് തൻ്റെ ജീവിതത്തിൽ സംജാതമായത്. കാരാഗ്രഹത്തിലകപ്പെടുക, സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടു, കൈകാലുകൾ ആമത്തിലാണ്, റോമിലെ കാരാഗ്രഹത്തിലാണ്. പക്ഷെ അവിടെ കിടന്നിട്ട് പറയുന്നു, കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുകയും. കാരണം കർത്താവിൻ്റെ ബലമാണെന്നും കർത്താവിൻ്റെ ലാക്കാണെന്നും ഞാൻ ആരെയാ വിശ്വസിച്ചിരിക്കുന്നത് എനിക്കറിയാമെന്നും ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് മറ്റൊരു ശക്തിക്കും എന്നെ വേർതിരിക്കാൻ പറ്റത്തില്ലെന്നും ഇതിലൊക്കെയും കർത്താവായ യേശു മുഖാന്തരം ഞാൻ പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നെന്നും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന അകത്തളങ്ങളിൽ ശക്തമായ വിശ്വാസമുള്ള ഒരു മനുഷ്യനെ പറയാൻ പറ്റത്തുള്ളൂ. ഈ വരുന്ന സകല പ്രതികൂലങ്ങളിലും കർത്താവിൽ സന്തോഷിക്കണം, അല്ലെങ്കിൽ എല്ലാറ്റിലും സ്തോത്രം ചെയ്യണം, എല്ലാ വിഷയത്തിലും. അതുകൊണ്ടാണ് പ്രതികൂലങ്ങളെതിരായപ്പോഴും ദാനിയേൽ രേഖാവിപരീതമെന്ന് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ താൻ പ്രാർത്ഥിച്ചു, സ്തോത്രം ചെയ്തു. സ്തോത്രം പറയാൻ കഴിയുമോ? രേഖകൾ എഴുതാകുമ്പോൾ, നിലനിൽപ്പ് അപകടത്തിലാകുമ്പോൾ, ജീവന് ഭീഷണി വരുമ്പോൾ, ആരോഗ്യത്തിനെതിരെ, നിലനിൽപ്പിനെതിരെ ശക്തമായ വെല്ലുവിളികൾ ഉയരുമ്പോഴും വിളിച്ചു പറയണം, ദൈവത്തിന് സ്തോത്രം. എന്ന് വെച്ചാൽ വിടുതൽ നൽകുന്ന ദൈവത്തിന് സ്തോത്രം, സമാധാനം നൽകുന്ന ദൈവത്തിന് സ്തോത്രം, സൗഖ്യം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആവർത്തിച്ചു പറ, കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങൾക്ക് ജയം നൽകുന്ന, എവിടെയൊക്കെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ഞങ്ങൾക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രമെന്ന് ആവർത്തിച്ച് പറയാൻ തൻ്റെ
മക്കൾ ഈ ദിവസങ്ങളിൽ തയ്യാറാകട്ടെ. അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തെ ഇബ്രാഹിംമാരും അതാണ് പ്രഖ്യാപിച്ചത്. ഈ ദൈവം വിടുവിക്കും. വിടുവിച്ചില്ലെങ്കിലും തള്ളിപ്പറയത്തില്ല. വിടുവിച്ചില്ലെങ്കിലും ദൈവത്തെ ആരാധിക്കാതിരിക്കില്ല. വിടുവിച്ചില്ലെങ്കിലും പ്രമാണം വിട്ടുപോവില്ല. അറിഞ്ഞ സത്യത്തെ മുറുകെ പിടിക്കുമെന്ന് പ്രഖ്യാപനം ചെയ്ത തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഇറങ്ങി വരികയാണ്. വിശ്വസിക്കാമോ? ഇന്ന് പകലിലും ദൈവത്തിൻ്റെ സാന്നിധ്യം തൻ്റെ ജനത്തിനു വേണ്ടി ഇറങ്ങി വരിക. വളരെ സുപരിതമായൊരു വാക്യം. 89-ാം സങ്കീർത്തനം 1-ാമത് വാക്യം. യഹോവയുടെ കൃപകളെക്കുറിച്ച് ഞാൻ എന്നേക്കും പാടും. തലമുറ തലമുറയോളം എൻ്റെ വായ് കൊണ്ട് നിന്റെ വിശ്വസ്തതയെ അറിയിക്കും. 1, കൃപകളെക്കുറിച്ച് പാടും. 2, അവിടുത്തെ വിശ്വസ്തതയെ അറിയിക്കും. പാടും, അറിയിക്കും. യഹോവയുടെ കൃപകൾ. സ്തോത്രം. നമുക്കറിയാം, പൗലോസിനെ വിളിച്ച പൗലോസ് പറയും, ബലഹീനനായി നിൽക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ അത് മാറ്റിത്തരണമേ എന്ന്, ആ ശൂലം മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറയുകയാണ്, പൗലോസേ, അത് ഞാൻ മാറ്റുന്നില്ല, അതിനേക്കാൾ വലുതൊന്ന് ഞാൻ തരാൻ പോകുകയാണ്. എൻ്റെ കൃപ നിനക്ക് മതി. ശൂലത്തെ ജയിക്കുന്ന, അതിനെ ഓവർകം ചെയ്യുന്ന, നിന്നെ കുത്തുന്ന ശക്തികളെ ജയിക്കുന്ന, അതിനെ ശക്തിയോടെ നേരിടുന്ന ദൈവത്തിൻ്റെ കൃപ നിനക്ക് ഞാൻ കൈമാറും. എൻ്റെ കൃപ നിനക്ക് മതി. കർത്താവിൻ്റെ കൃപ വന്നാൽ എൻ്റെ ശക്തി നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരും. ഈ പകൽ വിളിച്ചു പറ, കർത്താവേ, അങ്ങയുടെ കൃപ ഞങ്ങൾക്ക് മതി. എത്രയോ സന്ദർഭങ്ങളിൽ ക്ഷീണിച്ചു പോയപ്പോൾ, തളർന്നു പോയപ്പോൾ, നിരാശ വന്നപ്പോൾ, ഒന്നും നടക്കില്ലെന്ന് ചിന്തിച്ചപ്പോൾ അവിടുത്തെ കൃപയുടെ വ്യാപാരത്താൽ ദൈവം നമ്മളെ ശക്തീകരിച്ചില്ലേ? കൃപയുടെ ബഹുത്വത്താൽ ദൈവം നമ്മളെ താങ്ങിയില്ലേ? അതുകൊണ്ടാണ് ശ്ലീഹന് പറയാനുള്ളത്, എനിക്കെടുത്തു പറയാൻ മറ്റൊന്നുമില്ല. ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാല, കൃപയാല, കൃപയാല. ഇന്ന് പകൽ എത്ര പേർക്ക് പറയാൻ കഴിയും, എൻ്റെ ബലം കൊണ്ടല്ല, എൻ്റെ ശക്തി കൊണ്ടല്ല, എൻ്റെ ധനം കൊണ്ടല്ല, എൻ്റെ ആരോഗ്യം കൊണ്ടല്ല ഞാനായിരിക്കുന്നത്, തികഞ്ഞു വരുന്ന ദൈവത്തിൻ്റെ കൃപയും ശക്തിയും ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇന്നും നിൽക്കുന്നത്. കൃപ. മറിയയുടെ ദൂതൻ അരുളപ്പാടറിയിക്കുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. കൃപ വന്നാൽ നീ ചിന്തിക്കാത്ത വൻ കാര്യങ്ങൾ നിന്റെ ശരീരത്തിൽ നടക്കും, നിന്റെ കുടുംബത്തിനകത്ത് നടക്കും. ഇതെങ്ങനെ സംഭവിക്കുമെന്ന് മറിയേ നീ ചോദിക്കുമ്പോൾ, കൃപ നിന്നിലേക്ക് വന്നാൽ അസാധാരണ പവർ വെളിപ്പെടുകയാണ്. അത്യുന്നത ശക്തി നിന്റെ മേൽ വ്യാപരിക്കുകയാണ്. നീ ചിന്തിക്കാത്ത, നിന്റെ ബുദ്ധിക്ക് ഒതുങ്ങാത്ത, ഇതുവരെ നടക്കാത്ത ചിലത് ദൈവത്തിൻ്റെ കൃപ നിങ്ങളുടെ മേൽ വ്യാപരിച്ചാൽ ഈ പ്രഭാതത്തിലും നടക്കും. എങ്ങനെ സംഭവിക്കും? എങ്ങനെ നടക്കും? എങ്ങനെ അത് സംഭവിക്കും എന്നാവർത്തിച്ച് ചോദിക്കുന്ന ചില ചോദ്യങ്ങളുടെ മേൽ ഈ പ്രഭാതത്തിൽ അവിടുന്ന് വിളിച്ചു പറയുന്നു, എൻ്റെ കൃപ വന്നാൽ അളവറ്റ ശക്തിയായത് വെളിപ്പെടും. കൃപ ലഭിച്ചവളെ ഇന്ന് പകൽ പ്രാർത്ഥിക്കാമോ? എനിക്കും എൻ്റെ തലമുറകൾക്കും എൻ്റെ കുടുംബത്തിനും കുടുംബജീവിതത്തിലും ദൈവത്തിൻ്റെ കൃപ വേണം. കൃപ വേണമപ്പാ, കൃപ വേണം.
ആ കൃപയാൽ അല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെടും. കൃപയാൽ കൃപയാൽ കൃപയാൽ. അതിന് നിങ്ങൾ കാരണമല്ല, ദൈവത്തിൻ്റെ ധനമാണ്. ക്രൈസ്തലോ ഒരു പ്രവൃത്തിയും അതിന് കാരണമല്ല, കൃപയാലല്ലോ. ഈ പകൽ നമുക്ക് വേണ്ടി വെളിപ്പെടുത്തുന്ന കൃപകളെ ഓർത്ത് സ്തോത്രം ചെയ്യാം. ദൈവത്തിൻ്റെ കൃപ അത് തീർന്നു പോകുന്നതല്ല. അടുത്തത് തലമുറയോളം അവിടുത്തെ വിശ്വസ്തത അറിയിക്കണം. ദൈവം വിശ്വസ്തനായിരുന്നു. ദൈവം പ്രവർത്തിച്ചു. നിർണയഘട്ടത്തിൽ ഇറങ്ങി വന്നു. യോർദാന്റെ കുത്തൊഴുക്ക് വഴിമാറാതിരുന്നപ്പോൾ പുരോഹിതന്മാരുടെ നേതൃത്വത്തിൽ പെട്ടകവുമായി വെള്ളത്തിൻ്റെ മേൽ ചവിട്ടിയപ്പോൾ കുത്തൊഴുക്ക് മാറിപ്പോയി, ഉണങ്ങിയ നിലത്തൂടെ പോയി. ഇത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. അടുത്ത ജനറേഷനോടത് പറയണം. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളുടെ കുടുംബത്തിൽ ദൈവം ചെയ്തതാ. വിശ്വസ്തനായ ദൈവം വിശ്വസ്തതയോടെ ചെയ്തതാ. വാഗ്ദത്തങ്ങളിൽ അവിടുന്ന് വിശ്വസ്തനായിരുന്നതാ. അടുത്ത തലമുറയോട് വിവരിച്ച് പറയണം, ഇങ്ങനൊരു ദൈവം ഉണ്ടാകും. ഇന്നത്തെ ജനറേഷന് പലതും അറിയില്ല. നിങ്ങൾ നടന്നു വന്ന പാതകളിൽ ക്ഷീണിച്ചു പോയപ്പോൾ കരങ്ങളിലെടുത്ത ദൈവം നാളെ എന്തായി തീരുമെന്ന് ചിന്തിച്ചപ്പോൾ അടുത്ത പ്രഭാതത്തിൽ അനുഭവിച്ച കരുതൽ, ബലഹീനനായപ്പോൾ നിങ്ങളെ താങ്ങിയ ദൈവത്തിൻ്റെ ശ്രേഷ്ഠഭുജം, എല്ലാ വാതിലും അടഞ്ഞപ്പോൾ ഞാൻ വാതിലാകുന്നു, ഞാൻ തുറക്കും, ആരടയ്ക്കുമെന്ന് ചോദിച്ച ദൈവത്തിൻ്റെ മഹത്വമുള്ള ധ്വനി. ഇനി രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞപ്പോൾ ദൈവം എഴുന്നേറ്റ് വന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചത്. ഇതൊക്കെ വിളിച്ചു പറയാൻ ഇന്ന് പ്രഭാതത്തിൽ തയ്യാറാകുമോ? ഇന്ന് പ്രഭാതത്തിൽ ദൈവാത്മാവ് ശക്തമായി പറയുന്നു, ഇന്ന് ഫേസ് ചെയ്യുന്ന വിഷയങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപ വ്യാപരിക്കാൻ പോകുക, ദൈവശക്തി ഇറങ്ങാൻ പോകുക, സൗഖ്യം വ്യാപരിക്കാൻ പോകുക. ദൈവ സാന്നിധ്യം ഇന്ന് പകൽ നിങ്ങളുടെ ശരീരത്തിലും മൈൻഡിലും കുടുംബ ജീവിതത്തിലും ഫേസ് ചെയ്യുന്ന വിഷയങ്ങളുടെ മേലും വെളിപ്പെടുന്ന പകൽക്കാലമാ. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ, ജനം വിടുതൽ പ്രാപിക്കട്ടെ, കൃപ വ്യാപരിക്കട്ടെ. ദൈവ സാന്നിധ്യത്താൽ അവിടുത്തെ ജനത്തെ നയിക്കണമേ. സകല പ്രതികൂലങ്ങളും മാറട്ടെ. അന്ധകാര വെല്ലുവിളികളുടെ മേൽ ഇന്ന് പ്രഭാതത്തിൽ ജയം കൽപ്പിക്കുന്നു. ക്ഷീണിപ്പിക്കുന്ന, മന്ദത കൊണ്ടുവരുന്ന, ബലഹീനമാക്കുന്ന, പ്രാർത്ഥിക്കാൻ കഴിയാതെ ചിന്തകൾ കൊണ്ടുവന്നിട്ട് ജനത്തിൻ്റെ മൈൻഡിനെ മടുപ്പിക്കാൻ ശ്രമിക്കുന്ന ദുഷ്ടശക്തിയുടെ മേൽ ഞങ്ങൾ ജയം പ്രഖ്യാപിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു അമിത ബലം, അത്യന്ത ശക്തി, അളവറ്റ വലുപ്പം ഈ പ്രഭാതത്തിൽ അവിടുത്തെ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, അളവറ്റ കൃപ ഇന്ന് പകൽ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. കൃപ വേണമപ്പാ. ആ കൃപ 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 കൃപയെന്ന് ഞങ്ങൾ ആർപ്പോടെ അണിക്കല്ല് കയറ്റുന്നു. സെരുബാബേലിൻ്റെ മുമ്പിലുള്ള മഹാപർവ്വതം തകരുന്നതിനായി സ്തോത്രം. മുമ്പോട്ട് വിടത്തില്ലെന്ന് പറഞ്ഞ് മല പോലെ വാദിക്കുന്ന വെല്ലുവിളികൾ കൃപ 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 എന്ന ആർപ്പോട് ഞങ്ങൾ അണിക്കല്ല് കയറ്റുന്നു. ചിലത് ഇന്ന് പകൽ തകർന്ന് തരിപ്പണമായിരിക്കാൻ സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തി വ്യാപരിക്കുന്നതിനായി സ്തോത്രം. സകല ബഹുമാനം അങ്ങേക്ക് യേശുവിൻ നാമം തന്നെ. ആമേൻ ആമേൻ. ക്രിസ്തു വാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ മുമ്പോട്ട് പോകുക. ദൈവത്തിൻ്റെ കൃപകൾ ഇന്ന് പകൽ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെട്ട് വരും. അവിടുത്തെ വിശ്വസ്തത നിങ്ങൾ അറിയിക്കാൻ തയ്യാറാകും. ഈ വചനങ്ങളെല്ലാം സഹായിക്കട്ടെ. ക്രിസ്തേശുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു.